വൈകിയ വേളയിൽ ഒരു പക്ഷേ പരസ്പരം കാര്യങ്ങൾ കൈമാറ്റം ചെയ്തുകൊണ്ട് ആവശ്യങ്ങൾ എഴുതി വാങ്ങിക്കൊണ്ട് മടക്കയാത്ര എന്ന വിധത്തിലേക്ക് മാറിയാലും അതിശയപ്പെടാനില്ല. കാരണം തിരിച്ചു പോകേണ്ടതായ ഒരു സമയം കൂടി എത്തിക്കൊണ്ടിരിക്കുന്നു. ഷെഡ്യൂൾ അനുസരിച്ച് ആ വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അവിടെ ക്യാമ്പുകളിലും ആശുപത്രികളിലും എത്തി ദുരന്ത സ്ഥലത്ത് സന്ദർശിച്ച് ആ പ്രദേശത്ത് അതിന് ഇരയായവരെ അവരുടെ സങ്കടങ്ങൾ ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി മടങ്ങുമ്പോൾ അത് ഇനി എത്രത്തോളം അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അറിയേണ്ടത് കേരളത്തിന്റെ ഇനിയുള്ള നിമിഷങ്ങളിലാണ്. ഒരു ചെറിയ പ്രദേശത്തുണ്ടായ വലിയൊരു ദുരന്തം, ആ ദുരന്തത്തെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി അത് എത്രത്തോളം നെഞ്ചിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അറിയേണ്ട സമയമാണ്. പക്ഷെ അത് വൈകാരികതയ്ക്ക് അപ്പുറത്ത് ഇന്നലെ വന്ന കേന്ദ്ര സംഘത്തിന്റെ ഇവാലുവേഷൻ, മറ്റ് കേരളത്തിന്റെ ആവശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാനാവൂ. അത് എത്രത്തോളം വേഗം പ്രഖ്യാപിക്കും എന്നുള്ളത് അറിയാം. അവിടെ മധു, നമുക്കൊരു സമഗ്രമായ ഒരു പാക്കേജിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എന്നത്തെ ഈ പ്രസന്റ് സിറ്റുവേഷൻ അനുസരിച്ച് അവിടുത്തെ ആഘാതം, ജീവഹാനി, മനുഷ്യഹാനി, പരിസ്ഥിതി ഹാനി ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചേക്കാം ഈ യോഗത്തിൽ സംസ്ഥാനം? പ്രധാനമായും രണ്ട് കാര്യം തന്നെയാണ്. ഒന്ന്, സ്ഥലത്തിന്റെ ഒരു പുതിയ ടൗൺഷിപ്പ് എന്നുള്ള ആഗ്രഹമാണ് മുന്നോട്ട് വെച്ചത്. അത് ഒറ്റ ടൗൺഷിപ്പ് എന്ന അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. കാരണം വയനാട് പോലുള്ള ഒരു പ്രദേശത്ത് അതിനനുസരിച്ച് സ്ഥലലഭ്യത വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ടൗൺഷിപ്പുകളുടെ ഒരു ശൃംഖല എന്ന വിധത്തിലായിരിക്കും. അതിനോടനുബന്ധമായി സർക്കാർ ഓഫീസുകൾ, ബാക്കി കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് വരണം. ഒന്നിൽ നിന്ന് തുടങ്ങണം. അവിടെ നിന്ന് തുടങ്ങി അത്തരത്തിലുള്ള ഒരു പുനഃസൃഷ്ടി ഒന്നാമത്തെ കാര്യം. തുടർന്ന് പുനരധിവാസം. ഈ നഷ്ടപ്പെട്ടവർക്ക് നാളെ ഈ സങ്കടത്തിനെ അവരുടെ ഓർമ്മകളിൽ നിന്നും മായ്ച്ചു കളയുന്ന വിധത്തിൽ സന്തുഷ്ടരാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പാക്കേജ്. അവരുടെ ഭാവി ജീവിതം, കുട്ടികളുടെ പഠിപ്പ്, തുടർച്ച, ഇതെല്ലാം സംഭവിക്കുന്ന വിധത്തിൽ സമഗ്രമായ ഒരു കാര്യം നടപ്പാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അവിടെ മധു ഒരു കാര്യം കൂടി. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഈ വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥ തല സംഘം വയനാട്ടിൽ ഈ പലയിടങ്ങളിൽ പോവുകയും ആ റിപ്പോർട്ട് അടക്കം വരികയും ചെയ്യുന്നു. സംസ്ഥാനത്തിന്റെ എന്തായാലും ഇതിന്റെ ഒരു വിലയിരുത്തലൊക്കെ നടത്തി യോഗത്തിലേക്ക് അവതരിപ്പിക്കാൻ കാണുമല്ലോ. അതൊക്കെ എത്രത്തോളം നമ്മുടെ ഈ സാമ്പത്തികമായിട്ടുള്ള വശത്തിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് കരുത്ത് പകരുന്നതാണ്? പ്രതീക്ഷ ചുരുങ്ങിയത് 2000 കോടി രൂപയുടെയെങ്കിലും പദ്ധതികൾ അനിവാര്യമാണ് എന്ന വിലയിരുത്തലിലാണ് കേരളമുള്ളത്. അതുണ്ടായാൽ മാത്രമേ, അത്തരത്തിലൊരു സഹായം കിട്ടിയാൽ മാത്രമേ ഇപ്പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാകൂ. ഇതിനും അപ്പുറത്താണ് പാരിസ്ഥിതികമായി വയനാട് നേരിടുന്ന പ്രതിസന്ധികൾ. ഇന്നലെ തന്നെ ഹൈക്കോടതിയിൽ പറഞ്ഞു നോക്കൂ, 12 ജില്ലകളിലെങ്കിലും ഇത്തരത്തിലുള്ള പ്രദേശങ്ങളുണ്ട്. പക്ഷെ വയനാടിനെ സംബന്ധിച്ചും സവിശേഷമായ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടായത്, മുണ്ടക്കയിലും ഈ ചൂരൽമലയിലും ഒക്കെ ഉണ്ടായത് ഒരു ക്ലൗഡ് ബേസ്റ്റിന് സമാനമായ വിധത്തിൽ ഒരു തുടർച്ചയായ വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രദേശം ഇടിഞ്ഞു വീഴുന്നു. അപ്പോൾ അത് സാങ്കേതികമായി അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകി അവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള സ്ഥലം, ഇതുപോലുള്ള സ്ഥലങ്ങൾ പലയിടത്തും ആവുമ്പോൾ അത്തരത്തിൽ പ്രാദേശികമായി അത് അളവെടുക്കാനും അതിനനുസരിച്ച് മാറ്റാനുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, അതും വളരെ പ്രാധാന്യമായിരുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെയുള്ള പദ്ധതികൾ ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്, അത് നടപ്പാക്കേണ്ടതുണ്ട്. മുൻപ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആലോചനകൾ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. പക്ഷെ ഇതെല്ലാം വെച്ചുകൊണ്ട് അപ്പോഴും ആ മനുഷ്യർ, അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രത്യക്ഷത്തിൽ പരിക്കേറ്റവർ എന്നതിനപ്പുറത്ത് പരോക്ഷമായി ഇവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു സമൂഹം കൂടിയുണ്ട്. ആ സമൂഹത്തെ കൂടി ഉൾക്കൊള്ളുകയും അവരെ കൂടി ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഈ ദുരന്തത്തിന് ഒരു പരിഹാരം, ഒരു മറുപടി സാധ്യമാകൂ. പക്ഷെ അപ്പോഴും അത് എത്ര വേഗം, അതാണ് ഏറ്റവും പ്രധാനം. എത്ര വേഗത്തിൽ ഇത് സാധ്യമാകും? പുത്തുമലയിൽ നമ്മൾ കണ്ടത് 100 പുത്തുമല ചേർത്ത് വെച്ചാലേ മുണ്ടക്കൈയും ചൂരൽമലയിലേക്ക് ആവുന്നുള്ളൂ. പക്ഷെ അന്ന് പുത്തുമലയിൽ കണ്ടത് 2 വർഷത്തിലേറെ എടുത്തു മാറ്റിപ്പാർപ്പിക്കാൻ. ആ വിധത്തിലുള്ള മറ്റ് പലയിടത്തും പുനരധിവാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതാണ്.